ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്നല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് TV കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം നോർമലി ബിഗ് ബോസിന്റെ ഈ ഒരു ഘട്ടത്തിലൊക്കെ 24/7 എൻ്റെ TV-യിൽ ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കും ലൈവ്. പക്ഷെ ഈ സീസണിൽ ലൈവ് ഒന്നും കാണാനേ തോന്നുന്നില്ല. എപ്പിസോഡ് പോലും നമുക്ക് മര്യാദ കാണാൻ ആഗ്രഹമില്ലാത്തൊരു സീസൺ ആയിപ്പോയി ഈ സീസൺ. ഞങ്ങൾക്ക് ബിഗ് ബോസിന്റെ കട്ട ഫാൻ. എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും പറയാം ഈ ബിഗ് ബോസ് ഒക്കെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കളിയാക്കുക. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് കാണും. പക്ഷേ ഈ സീസൺ ഒരു രക്ഷയില്ല. അത്ര ബോർഡിപ്പിച്ചൊരു സീസൺ എൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതുവരെ എൻ്റെ അതിൽ അഖിൽമാരാറിൻ്റെ സീസൺ ആയിരുന്നു എനിക്ക് വലിയൊരു താല്പര്യം തോന്നുന്നത്. പക്ഷെ അതൊക്കെ ഇത് നോക്കുമ്പോൾ സ്വർഗ്ഗമായി തോന്നുന്നു. ഇവർ അത്രയും വെറുപ്പിച്ച് ബോർഡിപ്പിച്ചിട്ട് പാവം ബിഗ് ബോസ് ആണെങ്കിലോ കേട്ടു നാട്ടിലുള്ള എല്ലാവരും ഓരോ ആഴ്ച ആരെങ്കിലൊക്കെ ടാസ്ക് വെച്ചിട്ടും അത് വെച്ചിട്ട് അകത്ത് കയറ്റി വിടുകയാണ്. അങ്ങനെയെങ്കിൽ കാക്ക കാണാൻ തോന്നിക്കോട്ടെ, വീട്ടിൽ ഉണർവ് ഉണ്ടായിക്കോട്ടെ. ബിഗ് ബോസ് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ സീസൺ നനഞ്ഞ പടക്കം പോലെ അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഈ ബിഗ് ബോസിന് സമയം കൊടുക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് അതിനൊരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഞാൻ രേഖപ്പെടുത്തുന്ന അവകാശമാണിത്. ഈ സീസൺ വളരെ മൂഞ്ചിപ്പോയി. കാരണം വളരെ ദരിദ്രമൊരു സീസണായിരുന്നു. ഒന്നും പറയാനില്ല. ബിഗ് ബോസ് തന്നെ അറിയുന്നില്ല എന്ത് ചെയ്യണം ഇതിനൊന്നും നന്നാക്കാൻ. ആൾക്കാരൊന്നും വലിയ കുഴപ്പമില്ല, നല്ല ആൾക്കാരൊക്കെ തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്തിരുന്നിട്ട് മതിയായി, ആർക്കൊന്നും ചെയ്യാൻ വയ്യ. ഞാൻ പറയുന്നത് ഇതൊരു 80ാമത്തെ എപ്പിസോഡിൽ 100 ദിവസം കണക്കാക്കിയിട്ട് ഇവർ സമ്മാനം കൊടുത്തു വിടുന്നതെന്നല്ല. കാരണം വയ്യ, വെറുതെ ഇവരുടെ എഫേർട്ട് ഇട്ടിട്ട് അത്രയും ബോറായിട്ടുണ്ട് ഈ സീസൺ. പറയാതിരിക്കാൻ വയ്യ, വളരെ ബോറായിട്ടുണ്ട്. ബിഗ് ബോസിനും അറിയുന്നില്ല, നാട്ടുകാർക്കും അറിയുന്നില്ല, അകത്തിരിക്കുന്നവർക്കും അറിയുന്നില്ല എന്ത് ചെയ്യണം. ആകെ ഒരു മൂഞ്ചിയ സീസൺ ഇത്, അത്രേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.